തറയിൽ വീണ ചിക്കൻ പീസ് എടുത്ത് കഴിച്ചതിന് അലീനയെ സ്റ്റാൻലി വഴക്ക് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, അതെന്തിനാണ് കളയുന്നത്? അത് നല്ലൊരു പീസല്ലേ, അത് തറയിൽ വീണതല്ലേ, ഞാൻ കളയാൻ പറഞ്ഞതല്ലേ. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നും ഒരു ചിക്കൻ പീസ് തറയിൽ വീണായിരുന്നു. ഞാൻ വേറൊന്നും നോക്കിയില്ല, അതിനെടുത്ത് തൂത്ത് കളഞ്ഞിട്ട് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കല്യാണ പാർട്ടി കഴിഞ്ഞിട്ട് മിച്ചം വന്ന ചിക്കൻ ബിരിയാണി ഓർഫനേജിൽ കൊണ്ടുവന്ന് തന്നതായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാൻലി അത് കേട്ട് വിഷമത്തോടുകൂടി നോക്കുകയാണ്. പക്ഷേ തൻ്റെ ജോലിക്കാർ അത് കേട്ടത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരോട് ദേഷ്യപ്പെട്ടു. ഇത് കാണാനാണ് നോക്കി നിൽക്കുന്നത്, കയറി പൊക്കിയൂടെ. അപ്പോൾ അവരങ്ങ് പോയി. അലീന പറഞ്ഞു, ഇതുപോലെ ഇപ്പോഴും ഓരോ ഓർഫനേജുകളിൽ ഒരു ചിക്കൻ പീസ് കിട്ടാൻ വേണ്ടി എത്രയോ കുട്ടികൾ കൊതിയോട് കാത്തിരിക്കുന്നുണ്ടാകും. സ്റ്റാൻലി പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്. അലീന ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അലീന ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ സ്റ്റാൻലി വിഷമത്തോടുകൂടി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മനു അലീനയും ഒന്നിച്ചുള്ള പഴയ കാര്യങ്ങൾ ആലോചിച്ച് കണ്ണീർ തുടച്ചുകൊണ്ടാണ് വീട്ടിനകത്തേക്ക് കയറിയത്. കമല പുറകെ വന്നു അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു. വൈജ ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അലീന പോയത് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മനുവിന് ദേഷ്യം വന്നു. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മനു അകത്ത് കയറിപ്പോയി. അച്ഛനും വലിയച്ഛനും ഒന്നും ഉറങ്ങിയില്ലായിരുന്നോ? എന്തായി മനു അവിടുത്തെ കാര്യങ്ങളൊക്കെ? ബാലചന്ദ്രൻ അലീനയെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വന്നോ? വൈജ ഇപ്പോൾ എങ്ങനെയുണ്ട്? വൈജ ആൻറ്റി നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. ഓരോന്ന് കുത്തിപ്പൊക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അലീന പോയപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ അലീനയ്ക്ക് കുറച്ച് സ്വർണവും സാരിയും ഒക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. അന്വേഷണം നടത്തി അതെല്ലാം കണ്ടുപിടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ വരുമ്പോൾ അങ്കിളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ വൈജ ആൻറ്റി വെറുതെ ഇരിക്കില്ല. ആൻറ്റി അങ്ങോട്ട് കയറി ചൊറിയും. പിന്നെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മനു റൂമിൽ വന്നപ്പോൾ അലീന മനുവിനെ വിളിച്ചു. അവിടെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ മനു ചോദിച്ചപ്പോൾ അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്നോടൊരു സത്യം പറയണം. മനുവേട്ടൻ അറിയായിരുന്നോ അച്ഛൻ എന്നെ ഇവിടേക്കാണ് കൊണ്ടുവരുന്നതെന്ന്? മനു പറഞ്ഞു, അങ്കിൾ എന്നോട് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അങ്കിളിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു.